ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാനിന്ന് ഹോം മെയ്ഡ് ചോക്ലേറ്റ് പുഡിങ് റെസിപ്പിയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. പുഡിങ് ഇഷ്ടപ്പെടുന്ന, അതായത് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന നമ്മളെ കുട്ടിപ്പട്ടാളത്തിനും ചോക്ലേറ്റ് പ്രേമികളും വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വീഡിയോ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/2 കപ്പ് കോൺഫ്ലവറും പിന്നെ കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ഒരു ബൗളിലിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച പാലിൻ്റെ അകത്തുനിന്ന് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ടകളില്ലാണ്ട് ഇളക്കി വെക്കുക. ഇളക്കിയിട്ട് അതങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഏതിലാണോ പുഡിങ് ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കുക. അടികട്ടിയുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ പുഡിങ് അടുക്കുമ്പോൾ തഴിച്ച് മാറിപ്പോവും. എന്നിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. മിൽക്കി മേഡാണെങ്കിൽ 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ആയതുകൊണ്ടാണ് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് മറ്റേ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. നല്ല കളറുള്ള കൊക്കോ പൗഡർ കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക. ഞാനിപ്പോൾ എടുത്തതിന് കുറച്ച് കളർ കുറവാണ്. അപ്പോൾ നല്ല കളറുള്ള എടുക്കുമ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ അതേ കളറായിട്ട് വരും. അങ്ങനെ അത് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ പാല് തിളക്കുമ്പോൾ തന്നെ ഈ കൊക്കോ പൗഡറിൻ്റെ കട്ടകളൊക്കെ അലിഞ്ഞിട്ട് നല്ല ക്രീമി ആയിട്ട് വരും. ആ ടൈം നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ ഇതിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈവിടാത്ത ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല എന്താ പറയുക ക്രീമി ടെക്സ്ചറായി കഴിഞ്ഞാൽ അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കുക. പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ് വേണ്ടത്. ഞാൻ 15 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത്. ആ പാത്രത്തിലേക്ക് ഇതുപോലെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലും ചെറുതാണെങ്കിൽ ചെറുതായിട്ട് പൊട്ടിച്ചിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിന്നെ പാലിൻ്റെ മിക്സില്ല അത് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. പാലും കൊക്കോ പൗഡറിലുള്ള ആ ചോക്ലേറ്റ് മിക്സ് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് വെക്കുക. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെയാണ് ഉണ്ടാവുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.